ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. ഇതാ രാവിലെ തന്നെ പായസം കുടിച്ചുകൊണ്ടാണ് ഇൻട്രോ പറയുന്നത്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അമ്മ വെറുതെ പായസം ഉണ്ടാക്കിയതാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ കൂടെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു പായസമാക്കി എല്ലാവരും കൂടെ കുടിക്കുന്നുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇതാ ഇവിടെ പായസം കുടിച്ചുകൊണ്ട് കോലായത്തിരിക്കുമ്പോൾ മുന്നിൽ നല്ലൊരു കാഴ്ച കണ്ടിനെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇതാ നല്ലില്ലേ കാണാൻ. എനിക്ക് ഈ റോസാപ്പൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട്, പക്ഷെ നല്ല രസമുണ്ട്. നല്ല റെഡ് റോസിൻ്റെ റോസാണ്. അതിൻ്റെ കുഞ്ഞത് ഇവിടെ ഉണ്ടേ, പക്ഷെ അതത്ര ഒരു അട്രാക്റ്റീവ് അല്ല. പക്ഷെ ഇത് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതെല്ലാം പോലത്തെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി. അയ്യോ, എൻ്റെ ഒച്ച കടിച്ച് പൂമ്പാറ്റ പോയി. ആ പൂമ്പാറ്റേനെ കാണാനും നല്ലുണ്ടല്ലോ. പോയി. വെച്ചോ, വെല്ലിച്ചന്റെ പുതിയ ലുക്ക് ഇഷ്ടായിനാ? ഇഷ്ടായിട്ടില്ല? വെല്ലിച്ചനെ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. കാണിക്കട്ടാ? നിച്ച് മിണ്ടുന്നില്ല, പൊത്തി വെക്കുവന്ന്. മുടിയും അന്നത്തെ വരുമ്പോ മുടിയില്ല, ഇപ്പൊ വരുമ്പോ താടിയും കൂടെ പോയി. ഇനി വരുമ്പോ മീശയും കൂടി ഉണ്ടാവില്ലേ? നിച്ചു മിണ്ടുന്നില്ല കേട്ടാ. നിച്ചുവിന്റെ അച്ഛൻ താടി കളയുന്ന നിച്ചുവിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ട് കളയാണ്ട് വെക്കുന്നത്. വെല്ലിച്ചൻ ഇന്നലെ പറയാണ്ട് പോയി കളഞ്ഞോണ്ട് നിച്ചു മിണ്ടുന്നില്ല. ഇപ്പൊ കുറച്ച് സെറ്റായി അല്ലിച്ചോ? കുറച്ച് സെറ്റായില്ലേ? ഓ, സെറ്റൊന്നും ആയിട്ടില്ല. യാമിക്കുട്ടി ഇന്നലെ 2 മണിയായിനെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇതാ നല്ല ഉറക്ക ക്ഷീണത്തോടെയാണ് എണീറ്റ്. നമുക്ക് ഡയപ്പറെല്ലാം മാറ്റി, ഉടുപ്പെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണേ. അത് എന്നിട്ട് ഉറക്കം തെളിഞ്ഞിട്ടില്ല. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയാൽ പിന്നെ രാവിലെ മൂടാവാൻ കുറച്ച് പണിയാണ്. ഇങ്ങനെ ഒരു ഉറക്കച്ചടവുണ്ടാവും. നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ. ഇന്നലെ ഒരേ കളി രാത്രിക്ക്. രാത്രി ആകുമ്പോ ആണെന്നുള്ള കളി തുടങ്ങുമോ അല്ലേ? അല്ലേ യാമി? അല്ലേ യാമി? എന്തിന് താഴെ വെച്ച കരിയേ? താഴെ വെച്ച കരിയുന്ന കുഞ്ഞാവയാണ് ഇത്. അപ്പൊ യാമിക്കുട്ടീന്റെ ഡ്രസ്സും ഡയപ്പറും എല്ലാം മാറ്റാൻ പോവുകയല്ലേ. അപ്പൊ നമ്മളുണ്ടല്ലോ, ഭാവകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഡയപ്പറും അതുപോലെ തന്നെ വൈപ്സും അല്ലേ. വൈപ്സ് മേടിക്കുമ്പോൾ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. വാട്ടർ കണ്ടന്റ് ഉള്ള വൈപ്സ് തന്നെ മേടിക്കണം. അതായത് വാട്ടർ ബേസ്ഡ് വൈപ്സ് ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ പ്ലാന്റ് ബേസ്ഡ് പ്യുവർ വാട്ടർ വൈപ്സ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയും വേണം, എന്നാൽ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആവും വേണം അല്ലെ. കുറെ എണ്ണം വേണ്ടുന്നല്ലേ. അപ്പൊ അത് നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കുറെ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഐറ്റം കയ്യിൽ കിട്ടിയത് കേട്ടോ. അങ്ങനെ ഈ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സ് ആണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. ഇതാണ് ലവ് ലാപ്പിന്റെ പ്ലാന്റ് ബേസ്ഡ് 99% പ്യുവർ വാട്ടർ വൈപ്സ്. കുഞ്ഞുങ്ങളുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ കെമിക്കൽസും അടങ്ങിയിട്ടില്ല. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോവേരയും കാലൻഡുല ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെയാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഹെൽത്തി ആവാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള വൈപ്സ് ആണ് വരുന്നത്. നോർമലി തിന്നായിട്ടുള്ള ഷീറ്റ്സ് ആണ് നോർമൽ വൈപ്സിലൊക്കെ കാണാറുള്ളത്, പക്ഷേ ഇത് അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ pHഉം ബാലൻസ്ഡ് ആണ്. പിന്നെ പാരബൻ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ എന്തായാലും നല്ലൊരു വൈപ്പ് നോക്കുന്നവർക്ക് എന്തായാലും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ ലവ് ലാപ്പിന്റെ ഈ ഒരു വൈപ്സ്. ഇത് നമുക്ക് എല്ലാ ഓൺലൈനായിട്ട് എല്ലാ സൈറ്റ്സിലും എല്ലാം അവൈലബിൾ ആണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ലവ് ലാപ്പിന്റെ സൈറ്റിൽ നിന്നായാലും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിലൊക്കെ കൊടുക്കാം. ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാര്യലായി നമ്മള് ചെറുതായിട്ട് സ്വപ്നം കണ്ട് പേടിച്ചാണ്. ഇനി വലിയ വരുമ്പോഴേക്ക് നമ്മള് കമ്മിയോ? ഇനി വരെയോ? അടുത്ത മാസം ആവുമ്പോഴത്തേക്ക് കമ്മിയോ? ഓക്കെ കണ്ണേ, ഇനി വരുമ്പോഴേക്ക് നമ്മള് കമ്മിയോ? അല്ലേ കണ്ണമ്മ? അല്ലേ കണ്ണ? ശന്തിപ്പാറ് ശന്തിപ്പാറ്. ഓ ഓ ഓ ഓ, നമുക്ക് ഉറക്കം തെളിഞ്ഞിട്ടില്ല. വെലിക്ക് പോവാനായി സമയായി. കുക്കുക്ക് വരാനായി. ടക്കട ഇങ്ങനെ എടുത്ത് നടന്നാൽ ഇഷ്ടമാണ് ഒരാൾക്ക്. ഇതാ അച്ഛൻ ഇങ്ങനെ എടുത്ത് നടക്കണം. ഓ, നിച്ചുന്റെ വാവേനെ എടുത്ത് നടക്കുന്നുണ്ട്. നിച്ചുന്റെ വാവന്റെ പേരെന്നാ? ഓ, പിങ്കി. അച്ഛന്റെ വാവന്റെ പേരെന്നാ? യാമിയാ. ഇങ്ങനെ എടുത്ത് നടന്നാൽ ഇതിങ്ങനെ കാഴ്ച കണ്ട് നടക്കാലല്ലേ.
ഇങ്ങനെ ഏട്ടാ ഇങ്ങനെ എടുത്ത കാര്യമില്ല അല്ലേ ഓള്? കുഞ്ഞു വാവേനെ എടുക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുഞ്ഞു പടിയാന്നേ. ഒരാളെ തട്ടിപ്പുണ്ടോ? കുഞ്ഞു വാവേനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇല്ല ഇല്ല അതാ ഓക്കെ സെറ്റാക്കി സെറ്റാക്കി യാമി നേരെ എടുത്ത് യാമി നേരെ എടുത്ത് ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ ശരിയായേ. കള്ളിപ്പൂച്ചയാണിതേ. കൊറേ തട്ടിപ്പെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് കള്ളത്തി. അങ്ങനെ തക്കുടനും അഗിയേട്ടനും ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഏട്ടനും അച്ഛനും നിച്ചുട്ടിയും കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. എത്ര വേഗം ദാന്ന് പറഞ്ഞിട്ട് സമയം പോയി. രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു, 2 ദിവസം കഴിയുന്നു, ഒന്നും അറിയുന്നില്ല. എത്ര നാളെ ഇപ്പോൾ 2 വർഷത്തോളമായി അവർ എറണാകുളത്ത് പോയിട്ട്. എന്നാലും എല്ലാ മാസവും വന്നിട്ട് പോകുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. എന്തോ ഒരു കണ്ണ് നിറയും എല്ലാ മാസവും. അത് ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ പോകുമ്പോഴായാലും അങ്ങനെ തന്നെയാണ്. അച്ഛന്റെ മടിയിലിരിക്കോ മോള്? പിന്നെ അച്ഛൻ എവിടെ ഇരിക്കുവാ? ഭാഗ്യത്തിന് ഇറങ്ങാൻ നേരത്ത് വലിയ മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം കണ്ണൂരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവും. കയറി ഇരിക്കേ വേണ്ട, കുറച്ച് നേരത്തെ അങ്ങ് കയറി ഇരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ പോവുകയാണ്. ഇനി ഒരു മാസം, അടുത്ത മാസം ഓഗസ്റ്റ് ആ ഒരു 15th ആ ഒരു സമയത്തായിരിക്കും വരുന്നുണ്ടാവുക. കഴിഞ്ഞ മാസം പോകുമ്പോൾ ഇപ്രാവശ്യം വരുന്നില്ല, അടുത്ത മാസം വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ വാവേനെയും നിച്ചുവിനെല്ലാം കാണാൻ ഓർമ്മയായിട്ട് പെട്ടെന്ന് അങ്ങ് ഓടി വന്നതാണ് രണ്ടാളും കൂടിയിട്ട് 2 ദിവസത്തെ ഗ്യാപ്പിന്. ഇതാരാണ് എണീറ്റിന്? വലിയച്ഛനും പോയില്ല, ഇപ്പൊ എണീക്കുന്നേ? വലിയച്ഛനും പോയപ്പോ എണീക്കുന്നേ? കളിപ്പെണ്ണേ പെട്ടെന്നൊന്ന് റെഡി ആയിട്ടുണ്ടേ. ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തു പോവാന്ന്, ചെറിയൊരു ഷോപ്പിങ്. കുറേ നാളായി ഞാനും അമ്മയും കൂടെ പോയിട്ട്. പ്രഗ്നൻസി ഡെലിവറി അതെല്ലാം കൊണ്ട് കുറേ ആയി നമ്മൾ പോയിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ രണ്ടാളും പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടെല്ലാം വാ, ഒരു 2 മണിക്കൂറേക്കൊന്നും പ്രശ്നമില്ലല്ലോ, ഞാൻ വാവേനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ കഷ്ടകാലത്തിന് ഇന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ ഭയങ്കര മഴയായിപ്പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളൊന്ന് പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരാം. ഇപ്പം മഴ കൂടി അപ്പോഴേക്ക്. ഇത്ര നേരം ചെറുങ്ങനെ പെയ്യുന്നുണ്ടായത്, ഇപ്പം കുറച്ച് നല്ലോണം ആയിട്ടുണ്ട്. അമ്മ റെഡി ആയില്ലേ? നമ്മൾ പണ്ട് എറണാകുളം പോയാലും ചെന്നൈ സിൽക്സിൽ നിന്ന് മേടിച്ച സാരിയാണ്. കുറച്ച് കളർ മങ്ങിയിന്, എന്നാലും പ്രശ്നമില്ല. ബ്ലൗസിന്റെ കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. ഓർമ്മക്ക് മഴയായോണ്ട് കോട്ടൺ സാരിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്യുമോ? കുറച്ചൊന്ന് മഴ കുറഞ്ഞ സമയത്ത് തന്നെ അഷ്റഫുക്ക കറക്റ്റ് സമയത്ത് ഓട്ടോയും കൊണ്ട് ഓടി എത്തിയിട്ടുണ്ട്. എന്താണ് കണ്ണൂരെല്ലാം പോയി ഒന്ന് കറങ്ങി ഫുഡെല്ലാം കഴിച്ച് പണ്ടത്തെ പോലെ അങ്ങനെ എന്തായാലും ഇപ്പം പറ്റില്ലല്ലോ. മാക്സിമം അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് വേഗം വരുക എന്നുള്ള കണ്ടീഷനിലല്ലേ പറ്റുള്ളൂ. ഒരു 2-2.5 മണിക്കൂർ മാക്സിമം, അത്രയും സമയത്തേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ നോക്കിക്കോളും വാവേനെ, നിങ്ങൾ അടിച്ച് പൊളിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് അധികം ഒന്നും നമ്മൾ പോകുന്നില്ല. ഓട്ടോയിൽ പോയി ജസ്റ്റ് 2 ഡ്രസ്സെല്ലാം എടുത്തിട്ട് അങ്ങനെ വരാമെന്ന് വെച്ചിട്ടാണ്. അഷ്റഫിക്ക് ഉള്ളതുകൊണ്ട് നല്ല കൺവീനിയൻറ്റും ആയി. നമ്മൾ സ്ഥിരം എവിടെയെങ്കിലും പോകണമെങ്കിൽ അഷ്റഫിക്കാനെ വിളിക്കാറുണ്ട്. പണ്ട് ഞാനൊരു വീഡിയോയിൽ അഷ്റഫിക്കാനെ കാണിച്ചപ്പോൾ കുറേ ബന്ധുക്കളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ കണ്ടിന്യൂന്നെല്ലാം പറഞ്ഞിരുന്നാന്ന് വന്നപാട് പറഞ്ഞത് കേട്ടോ. അതിനാണ് ചിരിച്ചത്. നമ്മൾ ഹാജി റോഡിനാന്നേ പോയത്. അവിടെ കുറേ ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മക്കൊരു സാരി എടുക്കണം മെയിനായിട്ട് ആദ്യം തന്നെ. അതിന് വേണ്ടിയിട്ട് കയറി. എത്രയാന്ന് ഇതിനെല്ലാം എങ്ങനെ ചേച്ചി? ഇതിനോ എത്ര? 1000 ആ റേഞ്ചിലുള്ളത് മതി, അതിന് കൂടുതലൊന്നും വേണ്ട. മറ്റേ ബോക്സിലുള്ളതിന് എത്രയാ? 2000 വേസ്റ്റ് ആവുന്നില്ല നമ്മളെ, ഒരു കല്യാണത്തിന് മാത്രം എടുത്ത് വേസ്റ്റ് ആവും. നമുക്ക് പട്ടുസാരിയെല്ലാം ഉടുത്ത് മടുത്തേ. അതുകൊണ്ട് കല്യാണത്തിനായാലും ഇനി പട്ടുസാരിയൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാരിയാണേ നോക്കിയിട്ടുള്ളത്. പൊതുവെ ടീച്ചേഴ്സ് ആകുമ്പോൾ സാരി ഉടുത്ത് മടുക്കുമല്ലോ, അവർ സ്ഥിരം ഉടുത്ത് അങ്ങനെ നിന്നതല്ലേ. അപ്പോൾ ആദ്യം ഒരു ഗ്രീൻ സാരിയാണ് അമ്മ എടുത്ത് പിടിച്ചത്. ഇത് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. തലേന്നോ? തലേന്ന് ഇത് കുഴപ്പമില്ല, ഇത് വേണ്ട, ആ ഫുള്ള് വർക്കുള്ളത്. അതുപോലെ തണുപ്പില്ല. അമ്മക്ക് ഈ ഒരു കോട്ടൺ സാരി ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ നമുക്ക് കല്യാണത്തിനൊന്നും അങ്ങനെ ഉടുക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അമ്മ ഒറ്റക്കാ പോയെങ്കിൽ ചിലപ്പോൾ അമ്മ അതും എടുത്തിട്ട് വരട്ടി കല്യാണത്തിന് ഉടുക്കാൻ. ഇല്ലപ്പാ, അതൊന്നും കാണൂല അങ്ങനെ.
തലേന്ന് എടുക്കാൻ നല്ല ഉണ്ടാവും. അത് കല്യാണത്തിന് രസമുണ്ട്. ഇത് കളർ രസമുണ്ട്. ഇതിനെത്ര ചേച്ചി? 1200. ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല കളർ, നമുക്ക് നല്ല മാച്ച് ഉണ്ട്. ചിലപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ പറയും വയസ്സായില്ലേ ഇനി ഇങ്ങനത്തെ ഉടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അമ്മേനെ നല്ല ചീത്ത കൊടുക്കലുണ്ട് കേട്ടോ. വയസ്സൊന്നുമില്ല, എന്ത് വയസ്സ്, അപ്പോൾ നമുക്ക് ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഉടുക്കുക എന്നല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വയലറ്റ് കളർ സാരി ഇല്ലേ, ഒരു മുന്തിരി കളർ, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ സാരി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, വെച്ച് നോക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഉടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിക്കൂല. വാങ്ങിച്ചാൽ വേസ്റ്റാണ്. ഉള്ള സാരി തന്നെ ഇഷ്ടം പോലെ, ഒരു തവണ പോലും ഉടുക്കാത്ത, പണ്ട് ഹോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഉള്ള സാരി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ടേ ഇല്ല. അമ്മ എടുത്തോ എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ വേണ്ട സാരി ഞാൻ എടുക്കുകയേ ഇല്ല എന്തായാലും എന്ന് പറഞ്ഞു. പിന്നെ അമ്മേൻ്റെ പണ്ട് പഠിപ്പിച്ച കുട്ടികളുടെ പാരൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ സ്റ്റാഫായിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, സ്റ്റാഫ്. പിന്നെ ചേച്ചിമാറും എല്ലാം ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാണ്. അധികം ഒന്നും വലിച്ചിടേണ്ട ആവശ്യം വന്നിട്ടില്ല. കുറച്ചെണ്ണത്തിൽ നിന്ന് തന്നെ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ് നമ്മൾ ഫൈനലി എടുത്തത് എന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. സൗകര്യമായിട്ട് ഇരുന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് നിച്ചോട്ടിക്ക് 2 പെറ്റിക്കോട്ട് മേടിക്കാമെന്ന്. വെറുതെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. പിന്നെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ അടിയിലും അങ്ങനെ ആയിട്ട് ഇടാൻ വേണമെങ്കിൽ അങ്ങനെ 2 പെറ്റിക്കോട്ട് എടുത്തു. ഞാൻ ഡ്രസ്സ് ഷോപ്പിൽ പോയിട്ട് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ട് കുറേ കാലമായി കേട്ടോ. ഓൺലൈനായിട്ട് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു ബ്ലാക്ക് പാർട്ടി വെയർ ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ തന്നെയുള്ള ഒരു വൈറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കണ്ടത്. ആദ്യം എനിക്ക് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായിട്ടില്ല. ആദ്യം ഭയങ്കര വർക്ക് പോലെ. പിന്നെ ഈ ചേട്ടൻ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അടിപൊളി സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇടിയിപ്പിച്ചു. ഇട്ടിട്ട് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കിയാൽ മതി. കൈയും കുറച്ച് ലൂസ് ഉണ്ട്, അതുപോലെ തന്നെ ബോഡിയും കുറച്ച് ലൂസ് ഉണ്ട്. അതൊന്ന് ഷേപ്പ് ആക്കിയാൽ നല്ല രസം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, നമുക്കൊരു റിസപ്ഷൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ പോകുമ്പോൾ ഇടാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അതന്നെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. വേറെ അധികം നോക്കാനുള്ള ഒരു ചാൻസ് തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ എന്നുള്ളത് പറയണേ. അടിയിൽ കുറച്ച് വർക്ക് ഓവറായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇട്ടിട്ട് കാണുമ്പോൾ ഓക്കെ വലിയ കുഴപ്പമില്ല അങ്ങനെ തോന്നി. ആ കോളറിന് ഇങ്ങനെ ഡിസൈനൊക്കെ വരുന്ന ആ ഒരു ടൈപ്പിലുള്ളതൊന്നും എനിക്കില്ല ശരിക്കും. അപ്പോൾ പിന്നെ അതന്നെ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അധികം ഒന്നും നോക്കിയില്ല. ഒരു 3-4 ബ്ലാക്ക് കളറുള്ളത് നോക്കിയതേ ഉള്ളൂ. പിന്നെ ആ ചേട്ടൻ എൻ്റെ ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടുന്ന് ചാനലെല്ലാം കാണിച്ചു കൊടുത്തു. നമ്മുടെ അഷ്റഫൊക്കെ നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ ഇതാ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ടാറ്റ പറ. അമ്മ അങ്ങോട്ട് ശരിക്കും കാണുന്നില്ല. നമ്മളെ കൂട്ടിയിട്ടേ വരുമല്ലോ എന്നിട്ട് അവിടെ കാത്തുനി. എന്റെ അമ്പിടോ, അമ്മേന്റെ കുഞ്ഞുണ്ട് എണീറ്റാ. അമ്മേന്റെ മുത്താച്ചി യാമി ആയിട്ട് എനിക്ക് കാണുന്നില്ല. യാമി പൊന്നെ. ആ ഫോണോ നോക്കുന്ന അമ്മേനെ നോക്കടാ. യാമി ചിരിക്കുന്നില്ലോടാ. കളി വേണേ. ഇപ്പൊ എണീറ്റത്രേ? ഇപ്പൊ എണീറ്റതാ? നല്ല ഭാവിയാണല്ലോ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തിയേ. എന്റെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ടേ. ഇഷ്ടമായി. അവിടുന്ന് കാണുമ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഓവറാണോന്ന് തോന്നിയിനി. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. ഏട്ടനെ കാണിച്ചു കൊടുക്കട്ടെ. ഇഷ്ടമില്ലാണ്ട് പറയുന്നത് ശരിക്കും പറയാ. നീ ഇങ്ങോട്ട് വരില്ല, അവിടെ നിക്കറോ? ഞാമിക്ക് ഇഷ്ടായിനാ? ഞാൻ ചിരിക്കുന്ന രസമുണ്ടേട്ടാ. നല്ലുണ്ട് എന്നല്ല പറയുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞ അർത്ഥം രസല്ലേ? ശരിക്കും പറയടാ. അമ്മേന്റെ സാരി നമ്മള് ലാസ്റ്റ് ആ ഒരു പിങ്ക് തന്നെയാണ് എടുത്തത്. എല്ലാം പിങ്ക് തന്നെ എടുക്കല്. പിങ്കോ ബ്ലൂവോ. പക്ഷെ രസമുണ്ട് ഇത്. ഇങ്ങനെ വർക്കുള്ളത് നമ്മ ഇപ്പൊ കൊറേ ആയിട്ട് എടുക്കലേ ഇല്ലല്ലോ. അല്ല പണ്ട് അന്നെല്ലാം പിന്നെയും 1 ലെയറിലൂടെ നമ്മള് അഖിന്റെ കല്യാണത്തിനെല്ലാം അല്ലാതെ ഇത്ര വർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ രസമുണ്ട് ഇത്. ഈ കളർ നമുക്ക് പിടിക്കുന്നത് തന്നെയാണ്.
ഈ കളർ നമുക്കുണ്ട് സെയിം സാധനം. ആ സെയിം കളർ ഉണ്ട്, പക്ഷെ ഇതിന് ഒരു പ്രിന്റ് എല്ലാം വന്നോണ്ട് നല്ല രസമുണ്ട്. രസമുണ്ട്. കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളല്ലേ, നക്ഷത്രങ്ങള് കുഴപ്പമില്ല. ഇപ്പൊ കല്യാണത്തിനാകുമ്പോ പിന്നെ രസമുണ്ട്. അധികം ഇല്ല, ഓവറും ഇല്ല വർക്ക്, എന്നാലും ത്രെഡാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. സീക്വൻസും കാര്യങ്ങളും ബീഡ്സ് ഒന്നും ഇല്ല. ബ്ലൗസ് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ബ്ലൗസ് ആണല്ലേ. രസമുണ്ട്. പിന്നെ അടിക്കാൻ കൊടുക്കണ്ടേ? ഇതാണ് നമ്മൾ കഴുത്തിന്റെ ബാക്കിലാണ്. ആ കഴുത്തിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു പ്രിന്റ്, അത് എന്താണ് സിൽവർ കളറിലല്ലേ, മനസ്സിലാവുന്നില്ല. മുടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കവറാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ. നമ്മുടെ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ. യാമിക്കുട്ടിനെ വീണ്ടും പാലെല്ലാം കൊടുത്ത് സെറ്റാക്കി കിടത്തി ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.